ഇന്നത്തെ ടാലിയുടെ ക്ലാസ്സിൽ പർച്ചേസ് ഓർഡർ ആൻഡ് സെയിൽസ് ഓർഡർ ഇതിൻ്റെ ടോപ്പിക്കാണ് നൽകുന്നത്. എന്താണ് പർച്ചേസ് ഓർഡർ, എന്താണ് സെയിൽസ് ഓർഡർ, അതെങ്ങനെ ചെയ്യാം. ഇപ്പോൾ പർച്ചേസ് ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യും. സപ്പോസ് 1-ാം തീയതിയാണ് നമ്മൾ ഓർഡർ ചെയ്തതെങ്കിൽ നമ്മൾ 2-ഓ 3-ഓ അല്ലെങ്കിൽ വേറൊരു ദിവസമായിരിക്കും അത് വാങ്ങുന്നുണ്ടാവുക. അതുപോലെ തന്നെ സെയിൽസ് ഓർഡർ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ നമുക്ക് ഓർഡർ തരുന്നു. ആ പ്രൊഡക്റ്റ് നമ്മൾ പിന്നീട് വേറെ ദിവസം കസ്റ്റമർക്ക് സെയിൽ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നടക്കുന്നത് ഓർഡറാണ് നടക്കുക. പർച്ചേസ് ഓർഡർ ആദ്യം നടക്കും, വേറൊരു ദിവസമാണ് അതിൻ്റെ പർച്ചേസ് നടക്കുക. അതുപോലെ സെയിൽസ് ഓർഡർ ആദ്യം ഉണ്ടാവും, പിന്നീട് വേറെ ദിവസം സെയിൽസ് നടക്കും. അപ്പോൾ ഈ പർച്ചേസ് ഓർഡറും അതിൻ്റെ പർച്ചേസും സെയിൽസ് ഓർഡറും അതിൻ്റെ സെയിൽസും എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് ടാലി ഓപ്പൺ ആക്കി നമ്മൾ ചെയ്യേണ്ട ഗേറ്റ് വേ ഓഫ് ടാലി വൗച്ചറിലാണ് എല്ലാ എൻട്രികളും ചെയ്യുക. ഗേറ്റ് വേ ഓഫ് ടാലി വൗച്ചേഴ്സ് എടുത്തു. വൗച്ചേഴ്സ് എടുത്തതിന് ശേഷം പർച്ചേസ് ഓർഡർ ചെയ്യാം. ഞാൻ ഇതിനകത്ത് ഓൾറെഡി പ്രൊഡക്റ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് എങ്ങനെ ചെയ്യാന്നുള്ളതിൻ്റെയൊക്കെ ക്ലാസ് മുമ്പത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ പറയുന്നത് പർച്ചേസ് ഓർഡർ എങ്ങനെ ചെയ്യാം. പർച്ചേസ് ഓർഡർ ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് F10 അതർ വൗച്ചർ എടുക്കുക. ഇവിടെ ഒരു F10 കാണുന്നുണ്ടാവും, അതർ വൗച്ചേഴ്സ് എന്നതിൻ്റെ പേര്. അത് F10 കീബോർഡിൽ പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾ പർച്ചേസ് ഓർഡർ കാണുന്നുണ്ടോ എന്ന് നോക്കുക. കാണുന്നില്ല എങ്കിൽ നിങ്ങൾ നേരെ മീതെ വന്നിട്ട് ഷോ ഇനാക്റ്റീവ് എടുക്കുക. ഷോ ഇനാക്റ്റീവ് എടുത്തിട്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇനി താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവും പർച്ചേസ് ഓർഡർ. അതിൻ്റെ കീ ഇത് ഹൈഡായി കിടക്കണം, ഇനാക്റ്റീവ് ആണിത്. പർച്ചേസ് ഓർഡർ അതിൻ്റെ കീ കൺട്രോൾ F9 ആണ്. പർച്ചേസ് ഓർഡറിൻ്റെ കീ എന്താണ്? കൺട്രോൾ F9 ആണ്. അപ്പോൾ പർച്ചേസ് ഓർഡർ കൺട്രോൾ F9 പ്രസ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈം നമ്മൾ എന്ത് ചെയ്യുന്നു, പർച്ചേസ് ഓർഡർ വെച്ചിട്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇനി പാർട്ടി AC നെയിം എന്ന സ്ഥലത്ത് നമ്മൾ സപ്ലയറെ പേര് കൊടുക്കുക, ക്രെഡിറ്ററെ പേര് കൊടുക്കുക. എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് പോകുന്നു. ഇവിടെ ഓർഡർ നമ്പർ എന്ന സ്ഥലത്ത് ഓർഡർ നമ്പർ ടൈപ്പ് ചെയ്യുക. പർച്ചേസ് ലെഡ്ജർ എന്ന സ്ഥലത്ത് പർച്ചേസ് എന്ന് കൊടുക്കുക. നെയിം ഓഫ് ഐറ്റം ഇവിടെ പ്രൊഡക്റ്റിൻ്റെ പേര്. ഇനി ഡ്യൂ ഡേറ്റ് എന്നാണ് പ്രൊഡക്റ്റ് വാങ്ങുന്നത് ആ ദിവസം കൊടുക്കുക. മതി. അല്ലെങ്കിൽ എന്നാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് വേറൊരു ദിവസമാണല്ലോ അത് വാങ്ങുന്നത്, വാങ്ങുന്ന ദിവസം കൊടുക്കാനുള്ളതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ സെയിം ഡേറ്റ് കൊടുത്താലും കുഴപ്പമില്ല. ഇത് എൻ്റർ അടിച്ച് വന്നിട്ട് ഇവിടെ ക്വാണ്ടിറ്റി ചോദിക്കുന്നു. ഞാൻ 10 എണ്ണത്തിനാണ് ഓർഡർ ചെയ്യുന്നത്, അതുകൊണ്ട് 10 എന്ന് കൊടുത്തു. ക്വാണ്ടിറ്റി എടുത്ത സ്ഥലത്ത് 10 എന്ന് കൊടുത്തു. ഇനി റേറ്റ് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്, ടോട്ടൽ എമൗണ്ട് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സേവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പർച്ചേസ് ഓർഡറാണ് ചെയ്യുന്നത്. ആർക്കാണ് ഓർഡർ കൊടുത്തത്? LG എന്ന കമ്പനിക്ക് TV 10 എണ്ണം വേണം എന്നുള്ള ഓർഡർ ചെയ്തു. ഓർഡർ നമ്പർ കാണിക്കുന്നത് 100 ആണ്. ഇനി നമ്മൾ സേവ് ചെയ്യുന്നു. അപ്പോൾ ഓർഡർ ചെയ്തു, ഒരു ദിവസം ഓർഡർ ചെയ്തു. ഇനി മറ്റൊരു ദിവസം അത് വാങ്ങുമ്പോൾ എന്ത് ചെയ്യണം? പർച്ചേസ് ചെയ്യുന്നത് F9 ആണ്, സാധാരണ പർച്ചേസ് തന്നെയാണ്. F9 പ്രസ് ചെയ്യുന്നു. F9 എടുത്തതിന് ശേഷം ഇവിടെ ഇൻവോയ്സ് നമ്പർ, ബിൽ നമ്പർ കൊടുക്കാനുള്ളതാണ്. ഇവിടെ പാർട്ടിയുടെ പേര് കൊടുക്കുന്നു. ഞാൻ LG എന്ന കമ്പനിക്കാണോ ഓർഡർ ചെയ്ത് നൽകിയത്? LG എന്ന കമ്പനിക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? പാർട്ടി AC എന്ന സ്ഥലത്ത് LG തന്നെ കൊടുക്കുന്നു, LG കമ്പനി തന്നെ കൊടുക്കുന്നു. എൻ്റർ ചെയ്തിങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ എത്തുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ ലിസ്റ്റ് ഓഫ് ഓർഡേഴ്സ് ഉണ്ട്. ലിസ്റ്റ് ഓഫ് ഓർഡേഴ്സ് എന്ന സ്ഥലത്ത് നമ്മൾ മുമ്പ് കൊടുത്ത ഓർഡർ നമ്പർ അവിടെ വരും. ആ നമ്പർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ 100 എന്ന നമ്പർ വരുന്നുണ്ട്, ഇത് നമ്മൾ മുമ്പ് കൊടുത്തതാണ്. ആ 100 എന്നുള്ള നമ്പർ സെലക്ട് ചെയ്യുന്നു, ഓർഡർ നമ്പർ സെലക്ട് ചെയ്യുന്നു, എൻ്റർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് സേവ് ചെയ്യുന്നു. ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബാക്കിൽ ഇതിൻ്റെ പ്രൊഡക്റ്റും അതിൻ്റെ ക്വാണ്ടിറ്റി എല്ലാം വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ പ്രൊഡക്റ്റും ക്വാണ്ടിറ്റിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. സേവ് ചെയ്യുന്നു. അപ്പം ഓർഡർ ചെയ്തു, അത് വാങ്ങുകയും ചെയ്തു. അപ്പോൾ ഓർഡർ ചെയ്യുന്ന ഒരു ദിവസമാണ്, വാങ്ങുന്നത് വേറെ ദിവസമാണ്. ഓർഡർ പർച്ചേസ് ഓർഡറിലും വാങ്ങുന്നത് പർച്ചേസിലുമാണ് ചെയ്യേണ്ടത്. ഇനി ഞാൻ സേവ് ചെയ്തു. ഇനി സെയിൽസ് ഓർഡർ ചെയ്യണമെങ്കിൽ F10 അതർ വൗച്ചേഴ്സ് എടുക്കുന്നു.
ഇവിടെ സെയിൽസ് ഓർഡേഴ്സ് കാണുന്നുണ്ടോ നോക്കുക. കാണുന്നില്ല എങ്കിൽ ഷോ ഇനാക്റ്റീവ് എടുത്തിട്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ താഴോട്ട് വന്നിട്ട് ഇവിടെ സെയിൽസ് ഓർഡർ ഉണ്ട്. കൺട്രോൾ F8 ആണ് സെയിൽസ് ഓർഡർ. കൺട്രോൾ F8 ആണ് സെയിൽസ് ഓർഡർ എന്ന് പറയുമ്പോൾ കസ്റ്റമർ നമുക്ക് ഓർഡർ തരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മീതച്ച് എൻ്റർ ചെയ്യുന്നു. ഇവിടെ നമ്മൾ പാർട്ടി നെയിം എന്നുള്ളിടത്ത് കസ്റ്റമറുടെ പേര് കൊടുക്കണം. ആരാണോ നമ്മുടെ കസ്റ്റമർ അയാളുടെ പേര് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. കസ്റ്റമർ എന്ന് പറയുമ്പോൾ സൺട്രി ഡെപ്റ്റർ ആണ്. സൺട്രി ഡെപ്റ്റർ കൊടുത്തു, സേവ് ചെയ്തു, എൻ്റർ ചെയ്തിങ്ങനെ പോകുന്നു. ഇവിടെ ഓർഡർ നമ്പർ ചോദിക്കും. ഇവിടെ നമ്മൾ ഓർഡർ നമ്പർ കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. സെയിൽസ് ലെഡ്ജറിൻ്റെ ഇവിടെ നമ്മൾ സെയിൽസ് എന്ന ലെഡ്ജർ കൊടുക്കുന്നു, എൻ്റർ ചെയ്തിട്ട് ഇവിടെ പ്രൊഡക്റ്റിൻ്റെ പേര് കൊടുക്കുന്നു. ഇവിടെ ഡ്യൂ ഡേറ്റ് എന്നാണ് വിൽക്കുക. ഓർഡർ ചെയ്തത് ഒരു ദിവസമായിരിക്കും, വിൽക്കുന്നത് വേറെ ദിവസമാണെങ്കിൽ ആ ദിവസം കൊടുക്കാനുള്ളതാണ് ഡ്യൂ ഓൺ എന്നുള്ള സ്ഥലത്ത് ഡ്യൂ ഓൺ കൊടുക്കുക. അത് അല്ലെങ്കിൽ നിങ്ങൾ സെയിം ഡേറ്റ് തന്നെ കൊടുത്താലും പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റർ ചെയ്ത് പോകുന്നു. ഇവിടെ ക്വാണ്ടിറ്റി ഞാൻ 6 എന്ന് കൊടുത്തു, സേവ് ചെയ്തു. ഇതാണ് സെയിൽസ് ഓർഡർ. സെയിൽസ് ഓർഡറിൽ എന്തൊക്കെ ചെയ്തത്? പാർട്ടി നെയിം, പാർട്ടി എസ് നെയിം കൊടുത്ത് കസ്റ്റമറുടെ പേര് കൊടുത്തു. ഓർഡർ നമ്പർ എന്ന സ്ഥലത്ത് ഓർഡർ നമ്പർ കൊടുക്കുന്നു. സെയിൽസ് ലെഡ്ജറിൽ സെയിൽസ് കൊടുക്കുന്നു. നെയിം ഓഫ് ഐറ്റം, പ്രൊഡക്റ്റിൻ്റെ പേര്, പിന്നീട് ക്വാണ്ടിറ്റി കൊടുക്കുന്നു. എന്നിട്ട് സേവ് ചെയ്യുന്നു. ഇത് സെയിൽസ് ഓർഡർ ആണ്. കസ്റ്റമർ നമുക്ക് ഓർഡർ തന്നു, സേവ് ചെയ്തു. ഇനി അത് വിൽക്കുന്നത് വേറെ ദിവസമായിരിക്കും. അന്ന് എന്താ ചെയ്യുക? വിൽക്കുന്നത് നമ്മൾ സെയിൽസിലാണ്. ഇവിടെ ഉണ്ട് F8 ഉണ്ട്, സെയിൽസ്. F8 ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ പാർട്ടി നെയിം, പാർട്ടി എസ് നെയിം, കസ്റ്റമറുടെ പേര് കൊടുക്കുക. ആരാണോ ഓർഡർ തന്നത് അയാളുടെ പേര്. നേരത്തെ നമ്മൾ ഓർഡർ ചെയ്തത് വിമലാണ്, അപ്പോൾ വിമൽ എന്ന് കൊടുത്തു. വിമലിന് കൊടുത്തിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്തിങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ലിസ്റ്റ് ഓഫ് ഓർഡേഴ്സ് എന്ന് വരും. ലിസ്റ്റ് ഓഫ് ഓർഡേഴ്സിൻ്റെ സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? മുമ്പ് കൊടുത്ത ഓർഡർ നമ്പർ അവിടെ ഉണ്ടാവും. ആ നമ്പർ സെലക്ട് ചെയ്യാം. ആ നമ്പർ സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്യുന്നു. സേവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബാക്കിൽ പ്രൊഡക്റ്റും ക്വാണ്ടിറ്റി എല്ലാം വന്നിട്ടുണ്ടാവും. ഇങ്ങനെ സേവ് ചെയ്ത സമയത്ത് ബാക്കിൽ പ്രൊഡക്റ്റ് TV എന്ന പ്രൊഡക്റ്റും ക്വാണ്ടിറ്റി 6 എന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സേവ് ചെയ്യുന്നു. ഇതാണ് സെയിൽസ് ഓർഡറിലുള്ള സെയിൽസ്. അപ്പോൾ ആദ്യം നമ്മൾ ഓർഡർ ചെയ്യുന്നു, പിന്നീട് വേറെ ദിവസം സെയിൽ ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഇതാണ് പർച്ചേസ് ഓർഡറും സെയിൽസ് ഓർഡറും. ഇനി ഇതിൻ്റെ റിപ്പോർട്ട് എങ്ങനെ കാണാമെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഗേറ്റ്വേ ഓഫ് ടാലിയിലുണ്ട് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് എടുത്തതിന് ശേഷം ഇൻവെൻട്രി ബുക്സ് എടുക്കുക. ഇൻവെൻട്രി ബുക്സിൽ താഴോട്ട് വന്ന ഇവിടെ പർച്ചേസ് ഓർഡർ ബുക്കുണ്ട്, സെയിൽസ് ഓർഡർ ബുക്കുണ്ട്. പർച്ചേസ് ഓർഡർ ബുക്ക് എടുത്തിട്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇവിടെ ഏപ്രിൽ മാസം നടന്നിട്ടുള്ള പർച്ചേസ് ഓർഡറാണ് കാണിക്കുന്നത്. ഒരു ഓർഡറാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ മീതെ വെച്ചിട്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്താൽ വീണ്ടും എൻ്റർ ബട്ടൺ പ്രസ് ചെയ്തതിൻ്റെ ഓർഡറിൽ നമുക്ക് കാണിച്ചു തരും. അതുപോലെ തന്നെ സെയിൽസ് ഓർഡർ ബുക്ക് ഉണ്ടാവും. അവിടെ തൊട്ടമേതാണ് സെയിൽസ് ഓർഡർ ബുക്ക്. സെയിൽസ് ഓർഡർ ബുക്ക് എടുത്തതിന് ശേഷം എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഏപ്രിൽ മാസത്തിൽ നടന്ന സെയിൽസ് ഓർഡർ ഒരെണ്ണമാണുള്ളത്. അതിൻ്റെ മീതെ വെച്ച് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഒന്നും കൂടി എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് എൻ്റെ എൻട്രി ഓപ്പൺ ആയിട്ട് കാണിക്കും. ഇപ്പോൾ ഒരു സെയിൽസ് ഓർഡറും ഒരു പർച്ചേസ് ഓർഡറുമാണ് നടന്നിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് ഓർഡറിൻ്റെ റിപ്പോർട്ട് കാണാനുള്ള സൗകര്യമുണ്ട്. ഇനി നമ്മൾ പർച്ചേസ് ഓർഡർ ഒരിക്കൽ കൂടി പറയുകയാണ്. പർച്ചേസ് ഓർഡർ കിട്ടുന്ന F10 അടിക്കുക. F10 അതർ വൗച്ചറാണ്. അതിലുണ്ടാകും പർച്ചേസ് ഓർഡർ. കൺട്രോൾ F9 ആണ് കീ. ഇവിടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും ഞാൻ LG എന്ന കമ്പനിക്ക് ഓർഡർ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഇങ്ങനെ ഓർഡർ ചെയ്തതിന് ശേഷം ഇവിടെ ഓർഡർ നമ്പർ ഞാൻ 101 എന്ന് കൊടുത്തു. ഇവിടെ പർച്ചേസ് എന്ന് കൊടുത്തു. ഇവിടെ പ്രൊഡക്റ്റിൻ്റെ പേരും ഇവിടെ ഡ്യൂ എന്നുള്ള ക്വാണ്ടിറ്റിയും കൊടുത്തു. അപ്പോൾ 5 TVക്ക് നമ്മൾ ഓർഡർ ചെയ്യാൻ പോവുകയാണ്. 5 TV നമ്മൾ ഓർഡർ ചെയ്തു. ആരോട് ഓർഡർ ചെയ്തു? LG എന്നുള്ള കമ്പനിയോട് ഓർഡർ ചെയ്തു. ഇവിടെ കമ്പനിയുടെ പേര്, ഇവിടെ പർച്ചേസ്, ഇവിടെ ഓർഡർ നമ്പർ, ഇവിടെ പ്രൊഡക്റ്റിൻ്റെ പേര്, ഇവിടെ ക്വാണ്ടിറ്റി കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഇതാണ് പർച്ചേസ് ഓർഡർ. ഇനി ഇതിൻ്റെ പർച്ചേസ് ചെയ്യുന്നത് F9ലാണ്. F9 എടുത്തു. നമ്മളിവിടെ ബിൽ നമ്പർ കൊടുത്തു. ഇവിടെ LG എന്ന കമ്പനി കൊടുത്തു. എൻ്റർ ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടെ ലിസ്റ്റ് ഓഫ് ഓർഡേഴ്സ് എന്ന് വരും. അവിടെ ഓർഡർ നമ്പർ കൊടുക്കുന്നു.
ഓർഡർ നമ്പർ കൊടുത്തിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഓർഡർ നമ്പർ സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഓർഡർ ചെയ്തത് 5 എണ്ണത്തിനാണ്. പക്ഷെ നമ്മൾ വാങ്ങിയത് 3 എണ്ണമാണ് വാങ്ങിയത്. നമുക്ക് ഓർഡർ ചെയ്തപ്പോൾ 5 എണ്ണത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ 5 എണ്ണം ഓർഡർ ചെയ്തു. പക്ഷെ നമ്മൾ വാങ്ങിയ സമയത്ത് നമുക്ക് 3 എണ്ണം ആവശ്യമുള്ളൂ എങ്കിൽ നമ്മൾ 3 എണ്ണം മതിയെന്ന് പറഞ്ഞ് 3 എണ്ണം വാങ്ങി. അങ്ങനെ ആകുമ്പോൾ 2 ഓർഡർ അവിടെ പെൻഡിങ് ഉണ്ടാകും. അതായത് 5 എണ്ണം ഓർഡർ ചെയ്തിട്ട് നമ്മൾ വാങ്ങിയത് 3 എണ്ണമാണ്. അപ്പം ബാലൻസ് എത്ര ഉണ്ട്? 2 ഓർഡർ അവിടെ പെൻഡിങ് ഉണ്ട്. ഇനി സേവ് ചെയ്യുന്നു. ഇനി നമ്മൾ പിന്നീട് ഇതിൻ്റെ റിപ്പോർട്ട് കാണണമെങ്കിൽ പെൻഡിങ് റിപ്പോർട്ട് കാണാൻ വേണ്ടിയിട്ട് ഗേറ്റ് വേ ഓഫ് ടാലി ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് എടുക്കുക. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് എടുത്തതിന് ശേഷം ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻവെൻറ്ററി ഓപ്പൺ ആക്കുക. അതിലുണ്ടാവും പർച്ചേസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ്, സെയിൽസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവും. ഞാൻ പർച്ചേസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് എടുക്കുകയാണ്. അതിനകത്ത് നമുക്ക് സ്റ്റോക്ക് ഐറ്റം ബേസിൽ വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ നമുക്ക് ലെഡ്ജർ ബേസിൽ കാണാം, അതുമല്ലെങ്കിൽ ഓൾ ഓർഡേഴ്സ് എല്ലാ ഓർഡേഴ്സിലും കാണാം. ഞാൻ ഓൾ ഓർഡേഴ്സ് എടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും LG എന്ന കമ്പനി ഓർഡർ നമ്പർ 101 ആണ്. LG എന്ന കമ്പനി പ്രൊഡക്റ്റ് TV ആണ്. ഓർഡർ ചെയ്ത ക്വാണ്ടിറ്റി 5 ആണ്. ഓർഡേഡ് ക്വാണ്ടിറ്റി 5 ആണ്. ബാലൻസ് ക്വാണ്ടിറ്റി 2. അതിൻ്റെ അർത്ഥം ഇതിൽ 5 എണ്ണം ഓർഡർ ചെയ്തിട്ട് 3 എണ്ണം വാങ്ങിയിട്ടുണ്ട് എന്നാണ്. ബാലൻസ് ഉള്ളത് 2 എണ്ണം പെൻഡിങ് ആണെന്ന് കാണിക്കുന്നത്. അതായത് 2 എണ്ണം കൂടി നമ്മൾ വാങ്ങാനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെയാണ് പെൻഡിങ് ഓർഡേഴ്സ് കാണുന്നത്. ഇതിനകത്ത് നമ്മൾ സ്റ്റോക്ക് ഐറ്റം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് ബേസിലും കാണാൻ പറ്റും. പ്രൊഡക്റ്റിൻ്റെ മീതെ സെലക്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും TV എന്ന പ്രൊഡക്റ്റ്, ബാലൻസ്, ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ്, ക്വാണ്ടിറ്റി 2 എന്ന് കാണിക്കുന്നുണ്ട്. ഇനി അതുമല്ലെങ്കിൽ നമ്മൾ ലെഡ്ജേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ലെഡ്ജർ എടുത്ത് ഏത് ആളുടെ ആണോ പെൻഡിങ് ഉള്ളത് അറിയണമെങ്കിൽ അതിൻ്റെ മീതെ വെച്ചിട്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്താൽ ഇവരുടേത് LG എന്ന കമ്പനിയുടെ TVയുടെ ഒരു പെൻഡിങ് ഉണ്ട്. 2 ക്വാണ്ടിറ്റിയാണ് പെൻഡിങ് ഉള്ളത്. ഇവിടെ കാണിച്ച് ഔട്ട്സ്റ്റാൻഡിങ് കാണിച്ചു, പർച്ചേസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് കാണിച്ചു തരുന്നതാണ്. ഇങ്ങനെ ബാലൻസ് വരുന്ന ഓർഡേഴ്സ് ഇവിടെ കാണാൻ പറ്റും. അത് പർച്ചേസ് ഓർഡർ പെൻഡിങ് ഔട്ട്സ്റ്റാൻഡിങ്ങിലാണ് കാണുക. സെയിൽസ് ഓർഡറിൻ്റെ ഉണ്ടെങ്കിൽ സെയിൽസ് ഓർഡർ പെൻഡിങ്ങിലും കാണാൻ സാധിക്കും. ഇതാണ് പർച്ചേസ് ഓർഡറും പർച്ചേസും. പർച്ചേസ് ഓർഡർ, പർച്ചേസ്, സെയിൽസ് ഓർഡർ, സെയിൽസ്. പിന്നീട് അതിൻ്റെ റിപ്പോർട്ട് പറഞ്ഞു. പിന്നെ പർച്ചേസ് ഓർഡർ ചെയ്തത് 5 എണ്ണം, 3 എണ്ണം വാങ്ങി, ബാലൻസ് ഉള്ള പെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഓർഡറിൻ്റെ റിപ്പോർട്ട് കാണാനും പറഞ്ഞു. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. മറ്റുള്ള എല്ലാ ക്ലാസ്സും ടാലിയുടെ ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. മുമ്പത്തെ പ്രൊഡക്റ്റ് ക്രിയേഷൻ, പ്രൊഡക്റ്റിൻ്റെ പർച്ചേസ്, സെയിൽസ്, ഗോഡൗണ്, അതുപോലെ തന്നെ കോസ്റ്റ് സെൻറ്റർ, കോസ്റ്റ് കാറ്റഗറി, ഇങ്ങനെയുള്ള ക്ലാസ്സുകളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കിയിട്ട് കണ്ടിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ മെസ്സേജ് അയച്ച ഉടൻ തന്നെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനുള്ള റിപ്ലൈ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് മനസ്സിലായി വിചാരിക്കണം. താങ്ക് യു.